പലരും പറയുന്നൊരു കാര്യമാണ്, താമസിക്കുന്ന വീടിനകത്ത് ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം വീടിനകത്തുള്ളത് പോലെയുള്ള ഒരു തോന്നലുണ്ട്. ഒരു പക്ഷേ വീടിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ വീട്ടിലെ മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങൾ, അതുകൊണ്ട് വീടിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ വീടിനകത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി നിലനിൽക്കുന്നത് കൊണ്ടാണോ എന്നെല്ലാം ചോദിക്കുന്ന വ്യക്തികൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മളുടെ മനസ്സിന്റെ ഒരു ചിന്താഗതിയാണോ, പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടത് കൊണ്ട് നമുക്കും അത്തരത്തിൽ ഫീൽ ചെയ്യുന്നതാണോ, നമ്മളുടെ സാധാരണമായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ നമ്മൾ ഈ ഒരു വീടിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നതാണോ എന്ന് നമ്മൾ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യണം. ഇല്ല, നമുക്ക് മാത്രമല്ല നമ്മളുടെ വീട്ടിലുള്ള മറ്റുള്ള കുടുംബാംഗങ്ങൾക്കും ഇതേപോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യം, അന്നത്തെ ദിവസം നമ്മളുടെ വീട്ടിൽ പതിവായി കലഹങ്ങളൊക്കെ നടക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളെല്ലാം മാക്സിമം ഒഴിവാക്കുക, ശാന്തമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ഒരു ചില്ല് ഗ്ലാസ് ആണ്. അപ്പോൾ ഈ ഒരു ചില്ല് ഗ്ലാസ് എന്ന് പറയുമ്പോൾ പ്രിന്റഡ് ആയിട്ടുള്ള പൂക്കളുടെ പടമോ അങ്ങനെയൊക്കെയുള്ള ചില്ല് ഗ്ലാസ് ആവരുത്, വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചില്ല് ഗ്ലാസ് എടുക്കുക. അതിൽ ഏകദേശം 1/4 ഭാഗത്തോളം ശുദ്ധജലം നിറയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ റോക്ക് സോൾട്ട് എന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സോൾട്ട്, കരിയുപ്പ് എന്ന് പറയും. ആ ഒരു ബ്ലാക്ക് സോൾട്ട് നമുക്ക് അങ്ങാടി മരുന്ന് കടയിലോ അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. അത് പൊടിച്ച് 1 സ്പൂൺ ആ ഒരു പൊടി ഇതിനകത്തേക്ക് കലർത്തുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ നിറമാറ്റം എല്ലാം മാറിയിട്ട് അതൊന്ന് സെറ്റിലായിട്ടുണ്ടാവും. അതിനുശേഷം ഇത് അടച്ച് വെക്കുക. അപ്പോൾ ഇത് അടച്ച് വെക്കേണ്ടത് എവിടെയാണോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു പ്രസൻസ് തോന്നുന്നത് അവിടെ കൊണ്ടുവയ്ക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഹോളിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിലായിരിക്കാം. അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും വെറും നിലത്ത് വെക്കാതെ ഏതെങ്കിലും ഒരു പീഠത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ജനലിൻ്റെ മുകളിലോ കോർണർ സ്റ്റാൻഡോ അല്ലെങ്കിൽ ടീപ്പോയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എവിടെയെങ്കിലും മുകളിൽ കയറ്റി വെക്കുക. അതിനുശേഷം 24 മണിക്കൂർ കഴിഞ്ഞ് ഇതെടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഈ ഒരു വെള്ളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിറം മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒരു മഞ്ഞ നിറം ഒക്കെയാണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി പച്ച നിറമാണ് കാണുന്നതെങ്കിൽ കുറച്ചുകൂടെ ഒരു നെഗറ്റീവ് ഊർജ്ജം അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി റോസ് നിറമോ അല്ലെങ്കിൽ ഒരു ചുവന്ന കളറൊക്കെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം നല്ല രീതിയിൽ തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്.